ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സുസ്മിത സത്യാമ്മയ്ക്ക് വീഡിയോ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം സത്യാമ്മ ഫോൺ ചെയ്യുന്നു. സുസ്മിത സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അയച്ച വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ എന്നൊക്കെ. ശ്യാമയുടെ കാര്യത്തിൽ ഞാൻ ഇല്ലാത്ത തെളിവ് കൊണ്ടുവന്നെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഈ തെളിവാണെങ്കിൽ ഒറിജിനൽ ആണ്. ഇതിൽ ഞാൻ ഗ്രാഫിക്സ് ഒന്നും ചെയ്തിട്ടില്ല, ഇത് സത്യമാണെന്നൊക്കെ പറയുന്നു. വിഷ്ണുവിനോട് ഇനിയും ശാലിനിയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് വിഷ്ണുവേട്ടൻ അതൊന്നും പാലിക്കുന്നില്ല, ഭാര്യയുടെ കൂടെ അവിടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഇപ്പൊ തന്നെ പോയാൽ നേരിട്ട് കാണാമെന്നും പറയുന്നുണ്ട്. സത്യാമ്മയോട് കുറച്ചെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ CID പണിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും സത്യാമ്മയുടെ കൈക്കരുത്താണെങ്കിൽ ഇന്ന് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നു. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ ഞാൻ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ. അവിടെ ചെന്നിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നു. സുസ്മിതയെ ഞാനും കാണാൻ റെഡിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കുറെ നേരമായിട്ട് കൊട്ടും ബഹളവും ശാലിനിയുടെ ചുറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട്, ഒരുപാട് സൗണ്ട് ആകുന്നു, നിർത്താനെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ, പകുതിയായിട്ടേ ഉള്ളൂ, ഇനിയുമുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ. അതിനുശേഷം ശാലിനിയുടെ കഴുത്തിൽ ഒരു പൂമാല ഇടുന്നുണ്ട്. വിഷ്ണു പൂമാല ഇട്ടിട്ട് പറയുന്നുണ്ട്, ഇത് ശാലിനി വിഷ്ണു IASനുള്ള ആദ്യത്തെ സ്വീകരണമാണെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ശാലിനിക്കും സന്തോഷമാകുന്നു. അതിനുശേഷം വിഷ്ണു ശാലിനിയെ എടുത്തു പൊക്കുന്നു, എടുത്തു പൊക്കി കറക്കുകയാണ്. ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട്, എന്നെ നിർത്തു വിഷ്ണുവേട്ടാന്നൊക്കെ. അതേസമയം ശ്യാമയും ശാരികയും അതൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് സത്യാമ്മ അവിടേക്ക് വരുന്നുണ്ട്. സത്യാമ്മയെ കാണുമ്പോൾ വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട്, എന്നെ താഴെ നിർത്ത്, സത്യാമ്മ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. വിഷ്ണു സത്യാമ്മയെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുകയാണ്. വിഷ്ണുവിന്റെ കൂട്ടുകാരൻ അപ്പോഴും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യാമ്മയോട് പറയുന്നുണ്ട്, അമ്മച്ചിയും കൂടെ വാ, ഡാൻസ് കളിക്കാമെന്നൊക്കെ പറയുന്നു. വിഷ്ണുവിന്റെ കൂട്ടുകാരൻ സത്യാമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ അമ്മച്ചിയെ കണ്ടിട്ട് സത്യാമ്മയെ പോലുണ്ടല്ലോ എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ സത്യാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സത്യാമ്മ കൂട്ടുകാരനെ അടിക്കുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, നീ ആരാണെന്നാടാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. സത്യാമ്മ ഒരുപാട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരുടെ 16 അടിയന്തരത്തിന്റെ ആഘോഷമാണ് നടക്കുന്നതെന്നൊക്കെ. വിഷ്ണു അപ്പോൾ ഫ്രണ്ട് കമലനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നുണ്ട്, ഇവനൊരു കുഞ്ഞുണ്ടായി, അതിന്റെ ആഘോഷമാണെന്ന്. സത്യാമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവൻ കല്യാണമേ കഴിച്ചില്ല, പിന്നെ എങ്ങനെ കുഞ്ഞുണ്ടായെന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ഇവന് കുഞ്ഞുണ്ടായതിനു ശേഷമാണ് കല്യാണം കഴിക്കുന്നതെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ സത്യാമ്മ ചോദിക്കുന്നുണ്ട്, അതിനുവേണ്ടി എന്തിനാണ് ശാലിനിയുടെ കഴുത്തിൽ വന്ന് മാല ഇട്ടേക്കുന്നതെന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, അത് അവന്റെ നേർച്ചയാണ്, കുഞ്ഞുണ്ടാകുമ്പോൾ ഏട്ടത്തി അമ്മയ്ക്ക് മാല ഇടാമെന്ന്, അതിനുവേണ്ടി ഇട്ടതാണെന്നൊക്കെ പറയുന്നു. സത്യാമ്മ അപ്പോൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നേർച്ചയായിട്ട് ഇവൾക്ക് പൂമാല ഇടാൻ ഇവൾ എന്താ ദൈവമാണോ? ഇവൾക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ ഭാഗ്യമില്ലാത്തവളാണ്, അങ്ങനെയുള്ളവൾക്കാണോ മാല ഇടേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. സത്യാമ്മ അങ്ങനെ പറയുമ്പോൾ ശാലിനി സങ്കടത്തോടെ വയറിൽ പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. അയാൾ സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെയാണോ CCTV ക്യാമറ വെക്കേണ്ടതെന്ന്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെയാണ് വെക്കേണ്ടത്, ഇവിടെ ആര് വരുന്നെന്നും പോകുന്നെന്നും എനിക്കറിയണം. എന്റെ കൊച്ചുമോളെ ഗർഭം ധരിച്ചിരിക്കുന്ന പെൺകുട്ടി താമസിക്കുന്ന വീടാണ്, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറയുന്നു. വിഷ്ണു അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, ആ വിശ്വാസമൊക്കെ എന്നേ പോയെന്ന്. അതുമാത്രമല്ല, ഈ ശാലിനി ആണെങ്കിൽ നിന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, ഇപ്പൊ നീ കുടിക്കുക വരെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഈ ആവശ്യമില്ലാത്ത കുടിക്കുന്ന ശീലമൊക്കെ പഠിപ്പിച്ചത് ഇവളല്ലേ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് വിഷ്ണു അല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ പറയുന്നുണ്ട്, നീ കൂടുതൽ മിണ്ടണ്ടെന്നൊക്കെ. സത്യാമ്മ വിഷ്ണുവിന്റെ കൂട്ടുകാരോട് എല്ലാവരും പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു. വിഷ്ണു മാങ്ങിയും കണിക്കുന്നുണ്ട് പൊക്കോളാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. CCTV ക്യാമറ ഫിറ്റ് ചെയ്തതിനു ശേഷം അയാൾ സത്യാമ്മയോട് പറയുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി സത്യാമ്മയ്ക്ക് മൊബൈലിൽ കൂടി നോക്കിയാൽ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. സത്യാമ്മ ശാലിനിയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണമെന്ന്. ആ സമയത്ത് വിഷ്ണുവും അടുത്തേക്ക് വരുന്നുണ്ട്. സത്യാമ്മ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, നിനക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമോ ബഹുമാനമോ ഉണ്ടെങ്കിൽ നീ ഇപ്പൊ പുറത്തു പോകണമെന്ന് പറയുന്നു. വിഷ്ണു പോയതിനു ശേഷം സത്യാമ്മ ശാലിനിയും കൂട്ടി റൂമിൽ കയറി കതകടയ്ക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ശ്യാമ ഇതൊന്നും കേൾക്കണ്ടെന്ന് കരുതിയാണ് റൂമിൽ കയറി സംസാരിക്കുന്നത്. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ്, അതുകൊണ്ട് അവൾക്ക് സങ്കടം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്റെ മകനെ കാണരുതെന്ന്, പക്ഷെ നീ കേട്ടില്ല, നീ ഒരു വലിയ കള്ളിയാണ്, ഇല്ലാത്ത കുഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചവളല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് വീണ്ടും ശാലിനി വയറിൽ കൈവെക്കുന്നുണ്ട് സങ്കടത്തോടെ. ഇനിയും ഞാൻ പറയുന്ന കാര്യം നീ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, ഞാൻ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ എന്നൊക്കെ സത്യാമ്മ പറയുന്നു.
ശ്യാമ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ശ്യാമയെ കൂട്ടിയിട്ട് വരണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളും നീയും ഇവിടെ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ 2 ആൺമക്കളെ കൊണ്ട് ഞാൻ വിവാഹം വരെ കഴിപ്പിച്ചിരിക്കും. ശ്യാമയുടെ ജീവിതം കൂടി തകർക്കണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കുന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, സത്യാമ്മ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാമെന്നൊക്കെ പറയുന്നു. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, നീ വിഷ്ണുവിനോട് ഇനിയും സംസാരിക്കാനോ കാണാനോ പാടില്ല എന്ന്, അത് ജീവിതകാലം മുഴുവനും അങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നു. സത്യാമ്മ പറയുന്നത് കേട്ടിട്ട് ശാലിനിക്ക് ഷോക്കാകുന്നു. ശാലിനി സത്യാമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്